ആദൂർ പള്ളി ഇന്ന് നോക്കിയാൽ കാണാം. മാലിക് ദിനാർ പള്ളിയുടെ ഏതാണ്ട് സമാനത അതിന് സാമ്യതയുണ്ട്. അതെ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ പറയാൻ കഴിയില്ല, പ്രത്യേകമായ ചരിത്രത്തിന് ഇത് രേഖയില്ല. എന്നാലും ഒരു 300-400 കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. ചരിത്രം ഞങ്ങൾ പരിധി നോക്കിയിട്ട് അതിൻ്റെ ചരിത്രം കിട്ടിയില്ല. പഴയ കാലത്ത് ഈ സ്ഥലങ്ങളൊക്കെ വിവിധ ഗോത്രവർഗക്കാരിൽ നിന്നൊക്കെ ഉണ്ടായി. പിന്നീട് പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ വന്ന് ഇങ്ങനെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഈ അടുത്തായിട്ടുള്ള ഒരു 200 വർഷത്തിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നാൽ ഹസനു സഖാഫുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു എൻ്റെ 4ാമത്തെ പിതാമഹനാണ്. അവരാദ്യമായി കടന്നു വന്നത് ഹദ്റമൗത്തിൽ നിന്ന് തന്നെയാണ്. യമനിലെ ഹദ്റമൗത്ത് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അവർ വന്നിട്ട് ഈ പയസനിപ്പുഴ അതിയുടെ അക്കര, ഇപ്പോൾ നമ്മളിത് മഞ്ഞമ്പാറ എന്ന് പറയുന്നത്, ഇതിൻ്റെ അക്കര അവിടെ ഏരത്തിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമം. അവിടെ നിന്നാണ് ആദ്യം കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച അവരുടെ ഭാര്യൻ്റെ പേര് ഉമ്മാച്ചുമ്മ എന്നാണ്. ഉമ്മാച്ചുമ്മ എന്ന് പറയുന്ന ആ മഹദിയെ ഹസനു സഖാഫ് തങ്ങൾ കല്യാണം കഴിച്ച് ആ കല്യാണത്തിൽ 3 കുട്ടികളുണ്ടായി. ആ ഒരു കുട്ടി ഇന്ന് കൊണ്ടങ്കേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുറഹ്മാൻ സഖാഫും, മറ്റൊരു മകൻ ആദൂരിലുള്ള അബൂബക്കർ സഖാഫും, മറ്റൊരു പെണ്ണ് മകൾ സൈനബ് ബീബിയാണ്. ഈ സൈനബിനെയാണ് നമ്മുടെ അബ്ദുല്ലാഹി ലഹ്ദൽ തങ്ങൾ കിട്ടിയത്. അത് ആദൂരിലെ മക്കാമിൻ്റെ അകത്തിരിക്കുന്നത്. ആ ചരിത്രം അങ്ങനെ നീങ്ങുന്നു.